ഞാനേ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു എന്താ പറയുക, ഒരു ടൂറ് പോവാന്ന്. നാട്ടിലൊക്കെ ടൂറ് പോയാൽ എങ്ങനെ നോക്കിയാലും 5000 റുപ്യ 6000 റുപ്യ നമുക്ക് എക്സ്പെൻസാണ്. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നേരാന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി കുറച്ച് ട്രിപ്പ് പോയി വരാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സുകളോട് ഒരുപാട് ആൾക്കാരോട് ഞാൻ ചോദിച്ചു, അവരാരും വരുന്നില്ല. ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിലല്ല ട്രിപ്പ് ഉഷാറാവും. ആരും വരുന്നില്ല. എല്ലാവർക്കും അടവ് കാര്യങ്ങൾ, ലോണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിവാകും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പിന്നെ ഒറ്റക്കാട്ടില്ല. ഒറ്റക്ക് പോകണമെങ്കിൽ നല്ലൊരു പൈസ എക്സ്പെൻസ് ചെയ്യണം. 1.5 റുപ്യ ചുരുങ്ങിയത്. ആദ്യം ഞാൻ ബൈക്ക് വിൽക്കാൻ നോക്കി, നോക്കുമ്പോൾ ബൈക്കിന് വില കിട്ടുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഗോൾഡ് പണയം വെക്കാം. കാർഷിക ലോണിന് പണയം വെച്ച് കഴിഞ്ഞാൽ 4% അറേഞ്ച് ചെയ്ത് അങ്ങനെ ലോണ് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് കണക്കാക്കി ഒരു ലോൺ അങ്ങോട്ട് എടുത്ത് ഇനിയിപ്പോൾ ട്രിപ്പ് പോകണം. ട്രിപ്പ് പോകാനൊരു വണ്ടി ഞാനിപ്പോൾ വിട്ടു പോകാനാണ്. ഓരോരുത്തർക്കൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. അത് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടായാലോ ഒരു കാറെടുത്ത് ഇപ്പോൾ 2 മാസമായി. 2 മാസം കഴിഞ്ഞ് കാറെടുത്ത് ഇനിയിപ്പോൾ അതിൽ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ബെഡ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഈ വാനില്ലേ, വാൻ ലൈഫ് എന്നൊക്കെ പറയുന്ന മാതിരി ആ ടൈപ്പ് ഒരു സാധനം കാറിൽ ഫിറ്റ് ചെയ്യാം. അത് കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് എനിക്ക്. ടെൻ്റ് അടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യണം, ചെറുപ്പത്തിലുള്ളൊരാഗ്രഹം. ഓരോ സ്ഥലങ്ങളിൽ പോകണം, അവിടെ തന്നെ താമസിക്കണം, അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ട് മനസ്സിലുള്ളൊരാഗ്രഹമാണ്. കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹം. അതിനിപ്പം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചെയ്യാൻ നേരം കിട്ടിയില്ലെങ്കിലോ ആഴ്ച കൂടി വരികയല്ലേ. എന്നപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ പോകാനുള്ള പണി തുടങ്ങിയേക്ക്. ഉള്ളിലിപ്പം ബെഡ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സെറ്റപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം.